രഘു, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞോ? ഇല്ല സാർ, ഇപ്പൊ ചെയ്യണ്ടെന്ന് സാറല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. അതെ സാർ, ഞങ്ങൾ ആ സമയം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയതാ. അപ്പോ ദിഗ്വിജയന്റെ മകൻ വന്ന് ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടെന്ന് സാറ് പറഞ്ഞു എന്ന് പറഞ്ഞു. നോ ചാൻസ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. വാ പോയി നോക്ക്. ഓക്കെ സാർ. രഘു, ഇവിടെയെങ്കിലും ബോഡി ഇല്ലല്ലോ. എനിക്കും അതാ സാർ മനസ്സിലാകാത്തെ. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാ. ശിവാനി, എന്താ ഇങ്ങനെ കിടക്കുന്നേ? നോക്ക്, കഴിഞ്ഞത് കഴിഞ്ഞു. അവൻ ഇത്രയും ആയുസേ ദൈവം നൽകിയിട്ടുള്ളൂ എന്ന് കരുതുക. അതിന് കാരണക്കാരി നീയായിരിക്കാം, പക്ഷേ അവൻ ഇത്രയും ആയുസേ ഉള്ളൂ. അതിനിപ്പോ നിനക്കെന്ത് ചെയ്യാൻ പറ്റും? അവന്റെ ആയുസ് തീർന്നു, മരിച്ചുപോയി. നോക്ക്, ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ ആലോചിക്കാം. എന്നാലും ഞാൻ കാരണം ഒരു ജീവൻ നഷ്ടമായില്ലേ നീലി? അവനെ ഭൂമിയിൽ നിന്ന് തന്നെ പോയില്ലേ? എന്റെ എടുത്തുചാട്ടമാണ് അവന്റെ ജീവൻ എടുത്തത്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു. അവൻ ജീവിതത്തിൽ എത്ര സന്തോഷത്തിലായിരുന്നു. ഞാൻ ചെയ്ത പാപത്തിനൊക്കെ എന്ത് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നീലി. എന്ത് പ്രായശ്ചിത്ത? ഹോസ്പിറ്റലിൽ നിന്ന് കാശോ മറ്റോ തന്നോ ആവോ? നീ ഹോസ്പിറ്റലില് പാമ്പ്, പിന്നെ ഇവിടെ എങ്ങനെ? അയ്യോ ദൈവമേ, ഞാനൊരു കഥ പറയാം, അത് കേൾക്ക്. ഞാനേ മരിച്ചെന്ന് കരുതിയേ ഹോസ്പിറ്റലിലെ മോർച്ചറിയില് ശവങ്ങൾക്കിടയിൽ കൊണ്ടെന്നെ കിടത്തി. ഞാനൊരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോ എന്റെ ചുറ്റും ശവങ്ങൾ മാത്രം. ഞാൻ ആകെ പേടിച്ചു പോയി മാഡം. കടയെന്ന് പറഞ്ഞാൽ ഞാൻ വിറച്ചിട്ടുണ്ടല്ലോ. എന്റെ ഹൃദയം കിടന്ന് പടപടാന്നിടിക്കായിരുന്നു. എന്റെ അമ്മോ, അറ്റാക്ക് വരാണ്ടിരുന്നത് ഭാഗ്യം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കണ്ടം വഴി ഇറങ്ങി അങ്ങ് ഓടി. രക്ഷപ്പെട്ടു. ഒന്ന് ഇരിക്കാം, അപ്പൊ എല്ലാം ശരിയാവും. നോ പ്രോബ്ലം. അപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണോ വന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു, നേരെ ഇവിടെ ലാൻഡ് ചെയ്തു. വീട്ടിലേക്ക് എന്താ പോവാഞ്ഞേ? ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കാണാൻ വന്നിരുന്നില്ലേ? ഞാനോ? ഇല്ലല്ലോ. ഹേയ്, ഇല്ല. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ നിങ്ങൾ എന്നെ കാണാൻ വന്നായിരുന്നു. എന്നെ മരിക്കാൻ വിടില്ല, ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? എന്തു പറ്റി മാഡം, അതൊക്കെ മറന്നോ? നിങ്ങൾ എന്നെ കാണാൻ വന്നത് ഞാനുണ്ടല്ലോ, ഇപ്പോഴും നന്നായിട്ട് ഓർക്കുന്നുണ്ടെന്നേ. നോക്ക്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. എല്ലാം നിന്റെ തോന്നലാ. കാര്യം ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷെ ഏത് ഹോസ്പിറ്റലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതാ വരാൻ പറ്റാതിരുന്നത്. ക്ഷമിക്കും. ഇപ്പൊ ദയവേത് വീട്ടിലേക്ക് പോ. എല്ലാരും അവിടെ വിഷമിച്ചിരിക്കായിരിക്കും. ശരി, വിട്ടേക്ക്, ഞാനെന്തായാലും പൊക്കോളാം. പക്ഷെ എന്നോട് ഇങ്ങനെ നുണ പറയാൻ നിൽക്കരുത് മാഡം. ഇല്ല, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആയിക്കോട്ടെ മാഡം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, എനിക്ക് പാമ്പെന്ന് കേൾക്കുമ്പോഴേ വല്ലാത്ത പേടിയായിരുന്നു. പക്ഷേ ഇപ്പോ ആ ഒരു പേടിയുണ്ടല്ലോ, അതെന്റെ മനസ്സിന് ഡിലീറ്റ് ആയിപ്പോയി. അതിന്റെ കാരണവും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണെന്ന് എന്റെ മനസ്സ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എല്ലാവരെക്കാളും മുൻപ് നിങ്ങളെ വന്ന് കണ്ടൊരു താങ്ക്സ് പറയണമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നു.
എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അവരും പ്രധാനം തന്നെയാ. പക്ഷെ എൻ്റെ ജീവൻ രക്ഷിച്ച് നിങ്ങളുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടതാ. ശരി, വിട്ടേക്ക്. ബൈ, ഞാൻ പോവാണേ. ഏയ് അല്ലല്ലല്ലല്ല, ഞാനിങ്ങനെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ചത്താലും ഉയർത്തെഴുന്നേൽക്കുന്ന ജന്മ മേഡം എൻ്റെ. അത്ര പെട്ടെന്നൊന്നും വിട്ടിട്ട് പോവില്ല. ഇങ്ങനെ ഒരു സമയത്ത് എനിക്ക് നിന്നോട് എന്ത് പറയണമെന്ന് അറിയില്ല നന്ദീശ. എനിക്ക് മനസ്സിലാവും നിന്നെ. ഇങ്ങനെ ഒരു അവസരത്തില് ഇനി എന്ത് ചെയ്യും മുതലാളി? എന്റെ പൊന്നു മോനെ ദൈവം നേരത്തെ അങ്ങ് വിളിച്ചല്ലോ മുതലാളി. അവനില്ലാതെ ഞങ്ങളുടെ ജീവിതം ഇനി എന്തിനാ മുതലാളി? അറ്റ്ലീസ്റ്റ് തൃശ്ശൂരിന്റെ ബോഡി എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടിയ. അവന്റെ അന്തിമ കർമ്മങ്ങളെങ്കിലും നമുക്ക് ചെയ്യായിരുന്നു. ശരിയാളിയാ, അവസാനമായിട്ട് അവന്റെ മുഖം പോലും ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്തൊക്കെയായി പുലമ്പുന്നത്? അല്ല ചേച്ചി, സത്യമായിട്ട് പ്രേതം നിൽക്കുന്ന അവിടെ. വന്ന് നോക്ക് വേണമെങ്കിൽ. അളിയ വന്ന് നോക്ക്, വാ വാ. അവിടെ തൃശ്ശൂരിന്റെ അളിയ ചേച്ചി. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അത് മുതലാളി, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു. എണീറ്റ് നോക്കുമ്പോ എന്റെ ചുറ്റും നിറയെ ശവങ്ങൾ മാത്രം ഞാൻ കണ്ടത്. പിന്നെ എനിക്ക് കാര്യം മനസ്സിലായത്, ഞാൻ ഏത് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ കിടക്കുവാണെന്ന്. ആ സമയത്ത് ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി. അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് പുറത്തിയാടി. ആക്ച്വലി എനിക്ക് എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയില്ല. തൃശ്ശൂർ, അതൊക്കെ വിടറാ. നീ ഇപ്പൊ പഴയ പോലെ തന്നെ തിരിച്ചു വന്നിരിക്കുക. നമുക്കത് മതി. നമുക്കത് ആഘോഷിക്കണം തൃശ്ശൂർ, നമുക്കൊന്ന് ആഘോഷിക്കണം. ചേച്ചി, എന്താ ചേച്ചി ഇത്? ഇവൻ വല്ല ദുർമന്ത്രവാദം ചെയ്ത് മരണത്തിൽ നിന്ന് കയറി വന്നതാണോ? അങ്ങനെ ആയിരിക്കോ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഗോവിന്ദ? നന്ദീശ, അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വലിയൊരു ആഘോഷത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. നിന്റെ മകൻ മരണത്തെ ജയിച്ചു വന്നിരിക്കുക. ഗോഡ് ബ്ലെസ് യു മാൻ. ഇവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ചെറുതല്ല. കൂട്ടിക്കൊണ്ടുപോയിക്കോ.
ഞാൻ നേരിടുന്ന പരീക്ഷണങ്ങളെല്ലാം ഇത്രയും കഷ്ടമാകുന്നത് എന്താണ് ഗുരുദേവ? ഞാൻ അവരിൽ വിഷപ്രയോഗം നടത്തിയിട്ടും അവരിരുവരും തിരിച്ചു വന്നു എന്നല്ലാതെ അവരിൽ ആരാണ് എന്റെ ആദിശേഷനെന്ന് എനിക്കിതുവരെ എന്തുകൊണ്ടാണ് വ്യക്തമാകാത്തത് ഗുരുദേവ? എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ ഇത്രയേറെ തീവ്രമായൊരു പ്രശ്നം ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല. സത്യത്തിൽ നാഗലോകവുമായി ബന്ധമുള്ള ആത്മാക്കൾക്ക് മാത്രമേ ഈ വിഷം തീണ്ടിയാലും രക്ഷപ്പെടാനാവൂ. അങ്ങനെയെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ് ഗുരുദേവ? അവരിരുവരും നമ്മുടെ ലോകത്തുള്ളവരാണെന്നാണോ? ആത്മാവിന്റെ നിത്യസഞ്ചാരം, അവരുടെ നിജസ്ഥിതി എന്നിവയും അറിയാനാവില്ല. ത്രിവിക്രമനിലോ തൃശൂലിലോ നാഗലോകത്തിലെ വേറെ ആരുടെയെങ്കിലും ആത്മാവ് ലയിച്ചിട്ടുണ്ടെങ്കിൽ അതറിയുവാനുള്ള വേറെ മാർഗങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ നമ്മുടെ മുന്നിലുള്ള എല്ലാ മാർഗങ്ങളും അവസാനിച്ചു എന്നാണോ? അപ്പോൾ എന്റെ ആദിശേഷനെ എനിക്ക് തിരികെ ലഭിക്കില്ലേ? നമ്മൾ നേരിട്ട ക്രൂരതയ്ക്ക് യാതൊരു പ്രതികാരവും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലേ? ചെയ്യാം. പക്ഷേ ആദിശേഷനെ കണ്ടുപിടിക്കുവാനുള്ള മാർഗത്തിന് നാഗമാണിക്യം ആവശ്യമാണ്. നാഗമാണിക്യം മാത്രമാണ് അതിനുള്ള പരിഹാരം. നീ നാഗമാണിക്യം കണ്ടെത്തുകയാണെങ്കിൽ ആദിശേഷന് മാത്രമായിരിക്കും അതിൽ സ്പർശിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കുക. അത് തന്റെ കിരീടത്തിൽ അണിയുവാനുള്ള കരുത്തുള്ളതുപോലും ഈ നാഗലോകത്തിലെ മഹാരാജാവായ അവന് മാത്രമായിരിക്കും. ആയതിനാൽ നാഗമാണിക്യം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ മുൻപിലുള്ള മാർഗം. എങ്കിലും അതിനു പകരം മറ്റൊരു മാർഗം സാധ്യമാവില്ലേ ഗുരുദേവ? ആദിശേഷൻ ഇല്ലാതെ നാഗമാണിക്യം കണ്ടെത്തുന്നത് എങ്ങനെ? അതാണ് നമുക്ക് മുൻപിലുള്ള ആശങ്ക മകളെ. നാഗമാണിക്യം കണ്ടെത്തുവാൻ നമ്മുടെ എല്ലാ ശക്തിയും നാം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ശരി ഗുരുദേവ. ആരംഭിച്ചത് അവസാനിപ്പിക്കാതെ പിന്തിരിയുന്ന പ്രശ്നമേയില്ല. മുന്നോട്ടുള്ള യാത്ര എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നാഗമാണിക്യം തീർച്ചയായും കണ്ടെത്തും. അതുവഴി എന്റെ ആദിശേഷനെയും ഞാൻ കണ്ടെത്തും. ശ്രദ്ധിക്കണം ശിവാനി, ശ്രദ്ധിക്കണം. ഈ മാസം നിന്റെ കഴിവുകളെല്ലാം പകൽ വെളിച്ചത്തിൽ മാത്രമേ ഉപയോഗിക്കാനാവൂ. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ നീ നാഗമായി മാറുമെന്ന കാര്യം മറക്കരുത്. ആ സമയത്ത് നിനക്ക് യാതൊരു ശക്തിയും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിനക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മുൻപോട്ടുള്ള പ്രയാണം അസാധ്യമാകും. ഓർമ്മയിരിക്കട്ടെ, പണ്ട് നീ 14 വർഷക്കാലം ബന്ധനസ്ഥയായ കാര്യം നിന്റെ ഓർമ്മയിലുണ്ടല്ലോ. ഇനിയും അങ്ങനെ ബന്ധനസ്ഥയാകുവാനുള്ള അവസരമൊരുക്കി കൊടുക്കരുത്. മനുഷ്യരുടെ ശ്രദ്ധയിലോ അവരുടെ സഞ്ചാര മാർഗങ്ങളിലോ ത്രിസന്ധ്യാ സമയത്ത് പോകുവാൻ പാടില്ല. നിനക്ക് രൂപമാറ്റം ഉണ്ടാകുന്ന ആ നേരത്ത് വളരെ ശ്രദ്ധാലുവായിരിക്കും. ഇതെന്തൊരു പരീക്ഷണമാണ് ഗുരുദേവ? ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്ന ശ്രമത്തിനിടയിൽ എത്ര വിഘ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഇനിയൊരു കാര്യം. പഞ്ചാംഗപ്രകാരം ഇന്നേക്ക് നാഗമാണിക്യം കളവ് പോയിട്ട് 23 വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു. നമുക്കെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനി 1 വർഷം കൂടി മാത്രം. ആ സമയത്തിനുള്ളിൽ നാം നാഗമാണിക്യം കണ്ടെത്തിയ തീരു ശിവാനി. ശരി ഗുരുദേവ. ഞാൻ ഏറ്റെടുത്ത കാര്യത്തിൽ വിജയം കൈവരിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ആശീർവദിച്ചാലും. വിജയീ ഭവ. എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ ദിവസങ്ങളിൽ എന്തൊക്കെ വിഘ്നങ്ങളാണ് നമ്മൾ നേരിട്ടെന്ന് ഓർമ്മയുണ്ടോ? ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചേ? നമ്മുടെ മകൻ മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ തിരിച്ചു വന്നു, അതാ സത്യം. അതില് സന്തോഷിക്കുന്നതിന് പകരം വേറെ എന്തൊക്കെയാ ഈ ആലോചിച്ചു കൂട്ടുന്നത്? അതെ, ചില കാര്യങ്ങളെ ചൂഴ്ന്നു നോക്കാൻ പോവരുത്. ദൈവാനുഗ്രഹം എന്ന് വിചാരിച്ച് മിണ്ടാതെ ഇരിക്കണം. എങ്ങോട്ടാ ഇപ്പോ? അത് ഞാൻ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. നോക്ക് തൃശ്ശൂർ, ഇനി കുറച്ച് ദിവസത്തേക്ക് നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് നല്ലത്. വീടിനുള്ളിൽ തന്നെ ഉണ്ടാവണം. വൈകുന്നേരം നിന്റെ ചുറ്റിക്കറങ്ങലൊക്കെ നിർത്തിക്കോ.
മനസ്സിലായില്ലേ? ശരി അച്ഛാ. അത് അതും ഇതൊന്നും പറഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട നീ. കറങ്ങി നടക്കലായിരുന്നില്ല എപ്പോഴും പണി. ഇനിയെങ്കിലും ഒന്ന് വീട്ടിലിരിക്ക. ശരി വിടമ്മേ, ഞാൻ പുറത്ത് പോകുന്നില്ല. എന്തിനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ആരിത്, ശിവാനിയോ? കൊറേ നാളായല്ലോ കണ്ടിട്ട്. സുഖമാണോ മോളെ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു അമ്മ. അമ്മയ്ക്ക് സുഖമാണ്? എനിക്ക് സുഖം തന്നെ. സോറി മോളെ, നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ മോനെ എനിക്ക് ജീവനോടെ തിരിച്ചു കിട്ടി. അവനൊന്നും വരുത്തിയില്ലെങ്കിൽ ശത്രുസംഹാര പൂജ ചെയ്യാന്ന് നേർന്നിരുന്നു. അതിനാ വന്നത്. ഇവിടെ വന്ന് പൂജയൊക്കെ തൊഴുതു പോയാല് മനസ്സിനൊരു സുഖം കിട്ടുമല്ലോ, അതിനും കൂടിയാ വന്നത്. എന്തായാലും നന്നായി, മോളെയും കാണാൻ പറ്റിയല്ലോ. നീയും വാ, എന്റെ കൂടെ വന്ന് വിളക്ക് തെളിക്ക. ശരി അമ്മേ. ശിവാനി, അമ്മ വരുന്നു. ഇരിക്ക. മോളെന്നും വരാറുണ്ടോ ഇവിടെ? ഇടയ്ക്കൊക്കെ. നാരങ്ങ വിളക്ക് തെളിയിക്കണം, അതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ശ്രാവണമാസം അടുത്തു വരുന്നു. ഈ മാസത്തിൽ നിങ്ങളുടെ ശക്തിക്ക് ക്ഷയം സംഭവിക്കും. സൂര്യാസ്തമയത്തിന് ശേഷം നിങ്ങൾ നാഗങ്ങളായി മാറുന്നതാണ്. എല്ലാം റെഡിയായി. ഇനി ദീപം തെളിയിച്ചാ മാത്രം മതി. അയ്യോ, തീപ്പെട്ടി എടുക്കുന്ന കാര്യം മറന്നുപോയി. നീ ഇവിടെ തന്നെ ഇരിക്ക, ഞാൻ പോയി എടുത്തിട്ട് വരാം.